അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം ഉരുണ്ടുരുണ്ട് ഞാൻ ഉരുളി പോലെ ആയി. വെറുതെ ഉരുണ്ടാലും ഉരുളി കമിഴ്ത്തിയാലും ഒന്നും പോരാ. പിന്നെ എന്ത് ചെയ്യണം? കാവടിയും എടുത്ത് എന്റെ മോന്തയിലും ശൂലം കുത്തിക്കറ്റണോ? മോന്തയ്ക്കല്ലേ ശൂലം കുത്തി കെട്ടേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. സത്യമാണോ കൊച്ചുണ്ടി നീ പറയുന്നത്? കൊട്ടാരത്തിന് പുതിയ കിരീടാവകാശം ഉണ്ടാവാൻ പോകുന്ന കാര്യം ഈ സൂപ്രണ്ട് കള്ളം പറയും. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ഹനിയ, അവസാനത്തിന്റെ പ്രയത്നം സഫലമായി അല്ലേ? അയ്യോ, പ്രയത്നിച്ചത് ഞാനല്ല, വിനോദ. അയ്യേ, നീ ഇത്തരക്കാരിയാന്നോടി? അയ്യോ, എനിക്കല്ല, അശ്വതി മോൾക്ക് വിശേഷം. ആണോ? ആണോ? ആണാണോ പെണ്ണാണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാനാ? ഏതായാലും ഈ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞിക്കാല് പിറക്കാൻ പോവുക. ഇതാണ് ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ഏതായാലും അവള് ഭാഗ്യവതിയാ. മിണ്ടരുത്, നീ പാക്കിയ ലക്ഷ്മിയല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? സഹാറ മരുഭൂമി പോലെ അങ്ങ് നിൽക്കുമല്ലയോ? എങ്ങനെ നിക്കാതിരിക്കും? നാഴികയ്ക്ക് 40 വട്ടം ഈശ്വരനെ നിന്ദിച്ച് നടക്കണം. നിങ്ങൾക്ക് എങ്ങനെ സന്താന ഭാഗ്യം ഉണ്ടാവാനാ? അതിനെ ഈശ്വരാധീനം വേണം. പഞ്ചാരെ മണ്ണെണ്ണ സപ്ലൈ ചെയ്യുന്ന കൊച്ചുങ്ങളെ സപ്ലൈ ചെയ്യുന്ന റേഷൻ കടക്കാരനാണോ നിന്റെ ഈശ്വരൻ? മാർക്സും ഹെങ്കൽസും പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് അവരെ പരിചയമില്ല ഏട്ടാ. ഇല്ല, അവരെ പരിചയപ്പെടുത്തരാം. മതി.